താങ്ങാനും സഹായനും സ്നേഹിതനിടയനും നേർവഴി നടത്തിയിടുന്ന നായകൻ എൻ പാലകൻ, നേർവഴി നടത്തിയിടുന്ന നായകൻ എൻ പാലകൻ. മാന്യമിത്രങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ധ്യാനചിന്തയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഏറ്റവും വേണ്ടതായ ഒരു സ്വഭാവ ഗുണമാണ് സത്യസന്ധത എന്നുള്ളത്. സത്യസന്ധമായ ജീവിതം നയിച്ച അനേക വ്യക്തിപ്രഭാവങ്ങൾ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന ഗാന്ധിജി അതിന് നല്ല ഒരു ഉദാഹരണമാണ്. സത്യസന്ധതയോടെ ജീവിക്കുക എന്നതിന് മറ്റൊരു വാക്കാണ് നേരോടെ ജീവിക്കുക എന്നുള്ളത്. നേരോടെ ജീവിക്കുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അന്തിമ വിജയം സുനിശ്ചിതമാണ്. സത്യസന്ധമായ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് ജീവിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ബൈബിൾ പ്രസ്താവിക്കുന്നത് യഹോവ നേരുള്ളവൻ എന്നാണ്. ആവർത്തനം 32:4. ദൈവം നേരുള്ളവൻ. അതുകൊണ്ട് മനുഷ്യവർഗത്തെ നേരുള്ളവരായി ദൈവം സൃഷ്ടിച്ചു. സഭാപ്രസംഗങ്ങൾ 7:29. എന്നാൽ തൊട്ടടുത്ത് പറയുന്നത് അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു എന്നാണ്. ദൈവം നേരുള്ളവനായതുകൊണ്ട് അവനെ നീതികേട് ഇല്ല. സങ്കീർത്തനങ്ങൾ 92:15. ദൈവം നല്ലവനും നേരുള്ളവനും ആയതുകൊണ്ട് പാപികളെ നേർവഴിയിലേക്ക് നയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 25:8. നേരോടെ ജീവിക്കുന്നവർക്ക് ബൈബിൾ വേറെയും ചില പേരുകൾ കൊടുത്തിട്ടുണ്ട്. നീതിമാൻ, വിശ്വസ്തൻ, നിഷ്കളങ്കൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്നൊക്കെയാണവ. അവർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. സദൃശവാക്യങ്ങൾ 14:2 അപ്രകാരം പറയുന്നു. ദൈവഭയത്തിൽ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, അനുസരണമുണ്ട്. അവർ വളഞ്ഞ വഴിയിലൂടെ ഒരു കാര്യവും നേടാൻ ശ്രമിക്കുകയില്ല. നേരുള്ളവർ വിവേകത്തോടെ പെരുമാറുന്നു, ദുഷ്ടതയെ പിന്തുടരുകയില്ല. നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കും, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കും, മറ്റൊരാളെക്കുറിച്ച് അപവാദം പറയുകയില്ല. കൂട്ടുകാരന് ദോഷം ചെയ്യുകയോ അപമാനം വരുത്തുകയോ ചെയ്യുകയില്ല. വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യും. സത്യത്തിനു വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാലും നഷ്ടം സഹിക്കേണ്ടി വന്നാലും പിന്മാറുകയില്ല. പണം പലിശയ്ക്ക് കൊടുക്കുകയില്ല. കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങുകയില്ല. ഇത്രയും ഗുണവിശേഷങ്ങൾ സങ്കീർത്തനങ്ങൾ 15 രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവരുടെ വീട്ടിലുണ്ടാകും. അവർ എന്നും നീതി പ്രവർത്തിക്കും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. സങ്കീർത്തനങ്ങൾ 112:2, 3, 4 വാക്യങ്ങൾ. നേരോടെ ജീവിക്കണമെങ്കിൽ നേരുള്ളവനായ ദൈവത്തിൻ്റെ മക്കളായി തീരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ഏറ്റവും ലളിതവും ഏകവുമായ മാർഗം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. യോഹന്നാൻ 1:12. നമുക്ക് സത്യസന്ധതയോടെ അഥവാ നേരോടെ ജീവിക്കാം. ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ലല്ലോ. സങ്കീർത്തനങ്ങൾ 84:11. ഗോഡ് ബ്ലസ് യു. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം, നന്മയൊന്നും മുടക്കുകയില്ല.